സെക്രട്ടേറിയറ്റ് വളരെ പ്രധാനപ്പെട്ട ഭരണസിരാ കേന്ദ്രമാണ്. പഴയ ഹജൂർ കച്ചേരി എന്നൊക്കെ പറഞ്ഞ് കോട്ടയ്ക്കകത്ത് നിന്ന് പ്രവർത്തിച്ചിരുന്ന ഹജൂർ കച്ചേരിയാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയത്. സെക്രട്ടേറിയറ്റിൽ മാറിയതിന് ശേഷം അതിന് അനക്സായി, ഒരു അനക്സായി, രണ്ട് അനക്സായി, മൂന്ന് അനക്സായി, ഇപ്പോൾ ഒരുപാട് അനക്സൊക്കെ ആയി. വലിയ ബിൽഡിങ്ങും സംവിധാനങ്ങളായി. ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് നൂറുകണക്കിന് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരായി. ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറിയിൽ നിന്ന് ഒരുപാട് അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായി. ചീഫ് സെക്രട്ടറി റാങ്ക് കൊടുക്കുന്നവരായി. പിന്നെ അവിടെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ മുട്ടിന് തട്ടി നടക്കാൻ വയ്യാത്ത രീതിയിൽ അണ്ടർ സെക്രട്ടറിമാർ, ഡെപ്യൂട്ടി സെക്രട്ടറിമാർ, സ്പെഷ്യൽ സെക്രട്ടറിമാർ ഓരോ കോർണറിലും മൂലയിലൊക്കെ ഇരിക്കും. വേറെ പണിയില്ലാത്ത എത്രയോ പേരുണ്ട് അവിടെ. അവർക്ക് ആ പണിയില്ലാതിരിക്കുന്നവർക്ക് ഗോസിപ്പ് അടിപ്പാണ് പ്രധാന പണി. ഞാൻ ഒരുപാട് പേര് എനിക്കറിയാം, അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ രാവിലെ ചെല്ലുമ്പം സാറ് വന്നതെന്ന് വെച്ചാൽ 11 മണിയാവുമെന്ന് പറയും. 11 മണിക്ക് ചെല്ലുമ്പോൾ പറയും 12 മണി. ഇങ്ങനെ വലിയ ഗോസിപ്പ്. അതേസമയം നല്ല ജോലിയുള്ള, നല്ല തിരക്കുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, ഒരുപാട് സെക്ഷനുകളുണ്ട്. തലകുത്ത് നിന്ന് പണിഞ്ഞാലും തീരാത്ത ഒരുപാട് സെക്ഷനുകളുണ്ട്. അവരെ കാണാതല്ല ഞാൻ ഈ പറയുന്നത്, പക്ഷേ കുറേ പേർക്ക് ഇതില്ല. അപ്പോൾ ആ ഗോസിപ്പിൻ്റെ ഇടയിലാണ് പെണ്ണ് കേസ്, അശ്ലീല കഥകൾ. ഇപ്പം ജയതിലകൻ്റെ കേസ് എന്ന് നോക്കൂ, എത്ര മോശമായിട്ടാണ് അവിടെ അകത്ത് നടക്കുന്ന പ്രമോഷൻ, അല്ലെങ്കിൽ പിന്നെ പോസ്റ്റിങ്. സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞ ഒരു ബിൽഡിങ്ങിനകത്ത് ഭയങ്കര കുത്തിത്തിരിപ്പുണ്ടെന്നേ. കാരണം അതിനകത്ത് ഫിനാൻസിൽ വന്നാൽ പിന്നെ എക്സ്പെൻഡിച്ചർ വരാൻ, എക്സ്പെൻഡിച്ചർ വന്ന വെയിൻസ് ആൻഡ് മീൻസിൽ വരാൻ, വെയിൻസ് ആൻഡ് മീൻസിൽ വന്നാൽ ഉടനെ അടുത്ത ഗ്രൂപ്പിൽ വരാൻ. അങ്ങനെ അതിനകത്ത് ഒരു കസേര അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നതിന് വലിയ തല്ലാണ്. അത്രയ്ക്ക് പോലുള്ള ഒരു ബഡ്ജറ്റിൽ പോകണം. ചിലർക്ക് ബഡ്ജറ്റ് ഇരിക്കുന്നവർക്ക് ഉടനെ തന്നെ അപ്പുറത്തോട്ട് പോകണം, ഉടനെ GAD പോകണം. ഇപ്പുറത്തിരുന്നവർക്ക് അനക്സിൽ പോകാൻ മടി. മെയിൻ ബിൽഡിങ്ങിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. മെയിൻ ബിൽഡിങ്ങിൽ തന്നെ സാൻഡ്വിച്ചിൽ ഇരിക്കുന്നവരാണ് മിടുക്കന്മാർ, സാൻഡ്വിച്ച് കഴിക്കാൻ പറ്റും. അപ്പുറത്ത് നോർത്ത് ബ്ലോക്കിൽ ഇരിക്കുന്നവരാണ് മുഖ്യമന്ത്രിയുടെ അടുത്തിരിക്കുന്നവർ. ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾക്ക് അവർ തർക്കം ഉണ്ടാക്കും. രണ്ടാമതാണെങ്കിൽ IAS കാര്യങ്ങൾ, സീനിയർ IAS, ജൂനിയർ IAS, അങ്ങനെ ഒരു കേഡർ. പിന്നെ കൺഫേഡ് IAS, അതുപോലെ തന്നെ അല്ലാത്തൊരു IAS. പിന്നെ അവിടെ നേരത്തെ കണ്ടില്ലേ, പിന്നെ ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കി, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, മുസ്ലിം വാട്സപ്പ് ഗ്രൂപ്പ്, SC STയുടെ പിന്നെ പട്ടികജാതി പട്ടികവർക്ക് വാട്സപ്പ് ഗ്രൂപ്പ്, അങ്ങനെ പിന്നെ ഈഴവ വാട്സപ്പ് ഗ്രൂപ്പ്, നായർ വാട്സപ്പ് ഗ്രൂപ്പ്, അത് വേറൊരു കഥ. ഇങ്ങനെ പറ്റുന്ന കഥ. ഇതിനിടയിലാണ് സുന്ദരികളായി മാറിക്കൊണ്ടിരിക്കുന്ന കുറച്ച് സ്ത്രീകളും, പുട്ടിയടിച്ച കുറച്ച് സ്ത്രീകളും അവിടെ പ്രവർത്തിക്കുന്നത്. എവരെ വയ്ക്കാനാണ് അവിടെ തർക്കങ്ങൾ. CA ആയിട്ട് ആര് വേണം, PA ആയിട്ട് ആര് വേണം. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ നന്നായി നമ്മളോട് സഹകരിക്കുന്ന ആര്, നന്നായി പണി ചെയ്യുന്ന ആര്, ഇങ്ങനെ കുറേ അധികം രീതിയിലാണ് അതിൻ്റെ പോക്ക്. ഇതെല്ലാം കൂടി വളരെ പുകയായിട്ടാണ് സെക്രട്ടേറിയറ്റ് പോകുന്നത്. ഇത് ആര് ശുദ്ധീകരിക്കും? പിണറായി വിജയൻ വന്ന് ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം പറഞ്ഞതാണ്, ഇവിടെ ഒരുപാട് വേതാളങ്ങളുണ്ട്, അവതാരങ്ങളുണ്ടെന്ന്. ഓരോ ഫയലിൻ്റെ അടിയിൽ പൊക്കി നോക്കിയപ്പോൾ വേതാളങ്ങളുണ്ട്, അവതാരങ്ങളുണ്ട്. അദ്ദേഹം പറയാൻ കാരണം, അദ്ദേഹം പണ്ട് ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അനുഭവം വെച്ചിട്ടാണ് മുഖ്യമന്ത്രി ആയപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിച്ചത്. പക്ഷേ 8 വർഷം 9 വർഷമായി, ഇപ്പോൾ 10ാം വർഷത്തിലേക്ക് നീങ്ങുമ്പോഴും ഒരു വേതാളത്തിനെ ഒന്നും ചെയ്യാൻ മുഖ്യമന്ത്രി കഴിഞ്ഞിട്ടില്ല. ഒരു അവതാരത്തിന് പിടിക്കാനും കഴിഞ്ഞിട്ടില്ല, ഒരു പ്രേതത്തിനെ പിടിക്കാനും കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ചീഫ് സെക്രട്ടറിമാർ, ഞാൻ പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന ചീഫ് സെക്രട്ടറിമാരൊഴിച്ച്, നമ്മൾ രണ്ട് കൈ കൂടെ എണ്ണിയാൽ 2 കൈയിലും വേണ്ട, ഒറ്റ കൈയിലെ വിരലിൽ എണ്ണാവുന്ന ചീഫ് സെക്രട്ടറിമാരൊഴിച്ച് വളരെ ജെന്റിൽമാൻമാരായിട്ടുള്ള ചീഫ് സെക്രട്ടറിമാരുണ്ടായിരുന്നു. പക്ഷെ വിരലിൽ എണ്ണാവുന്നവരെ ഉള്ളൂ. ബാക്കി വരുന്ന ചീഫ് സെക്രട്ടറിമാരെല്ലാം ഒന്നുകിൽ അഴിമതിക്കാരാണ്, അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസിൽ പെട്ടവരാണ്. മഹാഭൂരിപക്ഷം. ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല. ഒരുപാട് കഥകൾ നമുക്കറിയാം. കെട്ടുകഥകളുണ്ട്, കള്ളക്കഥകളുണ്ട്, നല്ല കഥകളുണ്ട്, ഒരുപാട് അറിയാം. പക്ഷേ നമ്മളത് പറയുന്നത് ശരിയല്ല. കാര്യം പലരും കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നു, മാത്രമല്ല പലരും റിട്ടയറായി, അങ്ങനെ പല രൂപത്തിൽ. അതുകൊണ്ട് ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഒരുപാട് കഥകളുണ്ട് സെക്രട്ടേറിയറ്റിന് പറയാൻ. അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് വന്നാൽ പല സ്ഥലങ്ങളിലും ഇരിക്കുന്ന അഡീഷണൽ സെക്രട്ടറിമാർ, ചിലരൊക്കെ 8, 10, 15 വർഷമൊക്കെയാണ് ഒരു സ്ഥലത്ത് തന്നെ ആ പോസ്റ്റ് ഇരിക്കുന്നത്. എങ്ങനെ സംഭവിക്കുന്നു? പിന്നെ 2 ചീഫ് സെക്രട്ടറി, 3 ഞാൻ പറയുന്നത്, 2 ചീഫ് സെക്രട്ടറിമാരുണ്ടായിരുന്നപ്പോൾ SO റാങ്കിലുള്ള, SO എന്ന് പറഞ്ഞാൽ എത്രയോ താഴെയാണ് ചീഫ് സെക്രട്ടറി ലെവലിൽ നോക്കുമ്പോൾ, SO റാങ്കിലുള്ള സ്ത്രീകളെ പോയി കണ്ടാലേ ജൂനിയർ IASകാർക്കുള്ളവർക്ക് വരെ അവരുടെ CR പ്രൊമോഷനും കിട്ടുന്ന ഒരു കാലം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ദൈനംദിനം പോകുന്നില്ല. അതായത് 1-2 വളരെ സീനിയർ അല്ലാത്ത മിഡിൽ ലെവലിലുള്ള IASകാർ, അതായത് വളരെ ജൂനിയർ അല്ല സീനിയർ അല്ലാത്ത IASകാരുടെ CR ഉൾപ്പെടെ കൈകാര്യം ചെയ്തിരുന്നതും നോട്ട് എഴുതി കൊടുത്തിരുന്നതും സ്ത്രീകളായ SOമാരാണ്. എനിക്കറിയാം അവരെ പോലെ. അങ്ങനെ ജീവിതം പോയ, ഒരു പ്രൊമോഷൻ സമയത്ത് കിട്ടാത്ത, ഇൻക്രിമെൻ്റ് സമയത്ത് കിട്ടാത്ത IASകാർ സെക്രട്ടേറിയറ്റിനകത്ത് ഇരിപ്പുണ്ട്. പിന്നെ ഭാര്യയും ഭർത്താവും കൂടെ ആണെങ്കിൽ അവർ തമ്മിൽ തർക്കമാണ്, സംസാരിക്കാത്ത IASകാരുണ്ട്. ഇങ്ങനെ വളരെ രസകരമാണ്. IASകാർ മാത്രമല്ല, IAS മുതൽ പിയൂണ് മുതൽ ഡ്രൈവർമാരെ വരെ എടുത്താൽ സെക്രട്ടേറിയറ്റിന് ഒരുപാട് അപസാരിക കഥകളും, കാമക്കഥകളും, ലൈംഗിക കഥകളും,
ഇപ്പം തന്നെ കേട്ടല്ലോ അവിടെ ലോഡ്ജ് ഉണ്ട് പോലും, ലോഡ്ജിൻ്റെ റൂം പോലത്തെ എല്ലാ ഫെസിലിറ്റിയുള്ള റൂമുണ്ടെന്ന്. ഈ ഇടയ്ക്ക് അവിടെ നേരത്തെ ഒരു വർഷം മുമ്പ് കറക്റ്റ് ഒരു വർഷം മുമ്പ് അവിടെ ഈ പ്രൊമോഷനുമായി ബന്ധപ്പെടുത്തി ഈ സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതായി ബന്ധപ്പെടുത്തി ആണായിട്ടുള്ള ഒരാൾ സ്ത്രീകളെ മറ്റ് സാറന്മാർക്ക് കൊണ്ട് സപ്ലൈ ചെയ്യുന്ന ഒരു കഥ വലിയ വാർത്തയായിരുന്നു സെക്രട്ടേറിയറ്റിൽ. അത് പിന്നെ ഉരുകി അങ്ങ് പോയി. ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിൻ്റെ ബെൻസി അടക്കമുള്ള സെക്രട്ടേറിയറ്റിലെ നേതാക്കൾ പ്രസ്താവന അടിച്ചിരിക്കുകയാണ്, നോട്ടീസ് അടിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ കുഴപ്പമാണെന്ന്. ഇതിനകത്ത് പെണ്ണ് കേസും പെൺവാണിഭവും ലൈംഗിക കേസും അശ്ലീല പരിപാടികൾ ഏർപ്പെടമാണ് ചിത്രീകരിക്കുന്നു എന്നൊക്കെ നോട്ടീസ് അടിച്ച് ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ നേതാക്കൾ നോട്ടീസ് അടിച്ച് 2021 വിതരണം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി എന്താണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നറിയാൻ ഒരു താല്പര്യമുണ്ട്. പക്ഷേ 2 ടേം കിട്ടിയിട്ടും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം ഓണാഘോഷം നടത്തരുതെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ നോർത്ത് ബ്ലോക്കിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ, ആ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഡോക്ടർ KT ജലീലിനെ വിളിച്ചുകൊണ്ട്, അന്ന് അദ്ദേഹം പഞ്ചായത്ത് മന്ത്രിയും പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയിരുന്നല്ലോ, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അവിടെ ഓണാഘോഷം അത്തപ്പൂക്കളം ഇട്ടവരാണ് സെക്രട്ടേറിയറ്റുകാർ. പിന്നെ ആരാണ് അവരെ നന്നാക്കിയെടുക്കുക? ഒന്നും ചെയ്യാനില്ല. വളരെ കൃത്യമായി നടക്കട്ടെ ഈ രാസലീലകൾ. ആവശ്യമായ ചിലപ്പോൾ പുറത്ത് വരും കുറച്ചൊക്കെ, അത് ചാനലുകൾക്ക് ഒരു രസകരമായ കഥ പറയുവാനുള്ള ഒരു ചാൻസ് നൽകിക്കൊണ്ടേയിരിക്കും.